ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു 3 കുപ്പി ഇങ്ങനെ എടുത്ത് വെച്ചിന് കേട്ടോ. നമ്മുടെ വിനാഗിരിൻ്റെ കുപ്പി, നമ്മൾ വീട്ടിൽ ഇങ്ങനത്തെ ഓരോ കുപ്പികൾ വാങ്ങില്ല, വിനാഗിരിൻ്റെ വെളിച്ചെണ്ണൻ്റെ ഒക്കെ. അപ്പോൾ അതിൽ ഞാൻ നല്ലോണം കഴുകിയൊക്കെ വൃത്തിയാക്കി. ഇന്ന് നമുക്ക് ഇതുവരെ ആരും ഇതുപോലെ നട്ടില്ല എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിതുവരെ ആരും നട്ടതായിട്ട് കണ്ടില്ല. അപ്പോൾ നമ്മളെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോസ് ലൈക്ക് ചെയ്തായിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നടുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. ഇന്ന് നമ്മൾ ഇതിൽ ചെടി തന്നെ കേട്ടോ നടുന്നത്. ഒന്ന് വെറൈറ്റി രീതിയിലായിട്ട് ഒരു കുപ്പിയിൽ തന്നെ 2 ചെടികളായിട്ട് നട്ട് പിടിപ്പിക്കുന്ന രീതിയിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ നമ്മളെ കുപ്പി അതിൻ്റെ സ്റ്റിക്കറൊക്കെ പറിച്ചിങ്ങോട്ട് ഒഴിവാക്കിട്ടോ. അപ്പോൾ കുപ്പി റെഡിയാക്കി നല്ലോണം ഞാൻ കഴുകി വൃത്തിയാക്കിയതാണ്. ഒന്ന് വെളിച്ചെണ്ണൻ്റെ കുപ്പി, ഒന്ന് വിനാഗിരിൻ്റെ കുപ്പിയൊക്കെ ഇനി. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി വൃത്തിയാക്കി തന്നെ കഴുകി. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ കുപ്പി തന്നെ നല്ലോണം സെൻറ്ററിൽ നല്ലോണം കൂട്ടി പിടിച്ചിട്ട് കത്രിക എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ വേഗം കട്ടാവും കേട്ടോ. പിന്നെ അത് കത്രിക എടുത്തിട്ട് കട്ട് ചെയ്താൽ പിന്നെ കട്ട് ചെയ്യില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുപ്പ് ഊരി അത് വേഗം തന്നെ ഒന്ന് ചെതുക്കി വെച്ചിട്ട് നട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വേഗം തന്നെ കട്ട് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇത് രണ്ടും ഇതുപോലെ ആക്കി എടുത്തിട്ടോ. അപ്പോൾ 2 ഭാഗത്തേക്കും കൊണ്ടില്ലേ നടുവിൽ സെൻറ്ററിൽ നമുക്കിങ്ങനെ പിടിക്കുകയും ചെയ്യാം. 2 ഭാഗത്തും മണ്ണ് നട്ടാന്നുള്ള വിചാരിച്ചു. അപ്പോൾ 2 തരം ചെടികൾ ഇത് നടും ചെയ്യാം. നമ്മൾ ഓരോ തരമാണ് നടാൻ വിചാരിക്കുന്നത്. അപ്പോൾ 2 തരം നമുക്ക് എങ്ങനെയാണ് വെറൈറ്റി ആക്കിയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കയ്യിലെ വേസ്റ്റ് കുപ്പികൾ വെച്ചിട്ട് നമ്മൾ പല രീതിയിലും ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കല്. ഓരോന്ന് ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ അറിവുകൾ കിട്ടുക. ഒരു കുപ്പി കിട്ടി നമ്മൾ ആ കുപ്പിനോട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് ചെയ്യുമ്പോഴാണ് അടുത്ത ഐഡിയകൾ നമുക്ക് വരല് കേട്ടോ. എനിക്കിപ്പോൾ സാധാരണ അങ്ങനെയാണ്. ഒന്ന് ചെയ്തപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ 2 കുപ്പി നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതാ. 3ാമത്തെ കുപ്പി റെഡിയാക്കി വെച്ചിട്ടോ. 3 കുപ്പി ഇതുപോലെ റെഡിയാക്കി വെച്ച്. ഇനി നമുക്ക് ഇതിന് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ കത്തി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഹോൾസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ കത്തി ഞാൻ ഒഴിവാക്കി വെച്ചതാണ്. ഉപയോഗിക്കാത്ത കത്തിയാണ്. അത് ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയാട്ടെ ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഈ കുപ്പിൻ്റെ അടുപ്പുണ്ടല്ലോ മൂടി, അതും ഇതുപോലെ ഹോൾസ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്കതിന് വെള്ളം കെട്ടി നിൽക്കാതെക്കാനും വേരിങ്ങനെ പോകുന്നത് താഴേക്ക് ഇറങ്ങാനൊക്കെ നല്ലതാട്ടോ ഈ ഹോൾസ്. അപ്പോൾ ഞാൻ 3 കുപ്പി അതുപോലെ ഹോൾസൊക്കെ ആക്കി റെഡിയാക്കി വെച്ച്. ഇനി നമ്മൾ ഈ കുപ്പിയിൽ 2 ഭാഗത്തും ഇതുപോലെ മണ്ണ് നിറയ്ക്കുക. 2 സൈഡിലിട്ടോ. ഈ കുപ്പി രണ്ടെണ്ണം ആക്കിനല്ലോ, വേറിട്ടിട്ടുമില്ല. ഇതേപോലെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 2ലും ഇതുപോലെ മണ്ണാക്കി റെഡിയാക്കി വെച്ച്. അപ്പോൾ ഞാൻ മണ്ണ് ഒന്നിൽ ഇതുപോലെ ഇട്ടാക്കി വെച്ച്. ഇനി അതുപോലെ മെറ്റീരിയലൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. ഇതൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി നല്ലതാണ്. ഇതുപോലൊക്കെ ചെയ്താൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാം. ഇതൊക്കെ നമുക്കിങ്ങനെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം പിടിച്ചാൽ തന്നെ നമുക്കറിയാം പൊട്ടിപ്പോകുന്നില്ല. അതിന്മേൽ കയറിട്ട് കെട്ടി നമുക്കിങ്ങനെ മരുത്തുമരോ എവിടെ നമുക്ക് വെക്കേണ്ടി അതുപോലൊക്കെ ഒന്ന് വെക്കട്ടോ. അപ്പോൾ ഞാൻ 3 കുപ്പിയും ഇതുപോലെ ഇപ്പം മണ്ണ് നിറച്ച് റെഡിയാക്കി വെച്ചിരുന്നേ. ഇനി നമുക്ക് അതിലേക്ക് നടാൻ വിചാരിക്കുന്ന ചെടി ഇതാണ് കേട്ടോ. അപ്പം എൻ്റെ ഈ ചെടികൾ കുറേ പിന്നെ ഇങ്ങനെ പൊട്ടിപ്പോയതൊക്കെ ഉണ്ടായിന്. അതിമൊന്നൊക്കെ എടുത്തിട്ട് ഇനി നമ്മൾ കുറച്ച് തോനെ നട്ട് പിടിപ്പിക്കാം. ഇതൊരുപാട് ചെടികൾ ഉണ്ടായിട്ടോ ഇങ്ങനത്തത്. അതൊക്കെ എന്തായി പോയത് എനിക്കറിയില്ല. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തും ചെയ്ത്. ഇപ്പം ഞാൻ ഇതിലേക്ക് ഈ ചെടി നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഈ ചെടിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് നല്ലോണം ഹാങ്ങിങ് ചെടി പോലെ തന്നെ തൂങ്ങി വരും കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഈ ചെടിയാണ് ഇതിലേക്ക് നടാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2 സൈഡിലും ആക്കിയിട്ട് അവിടെ ഒരു ബോട്ടിലിൽ തന്നെ 2 ഭാഗത്തേക്കും ഒന്നിച്ചിങ്ങനെ ഇതുപോലെ നട്ട് വെച്ച്. അപ്പോൾ ഒന്നും നമുക്കൊരു ബോട്ടിൽ കുപ്പി ഒന്നും വേസ്റ്റ് ആവും ചെയ്യില്ല. അത് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുമ്പോഴാണ് ഓരോന്ന് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലിൽ നിറച്ച് 2ാമത്തെ ബോട്ടിൽ ഇട്ടു. ഈ ചെടി ഇപ്പം നമ്മളതിൽ അധികമല്ല. അപ്പോൾ ഉള്ളത് ഇത് ചെറിയൊരു തണ്ട് മതിയിട്ട് വേഗം തന്നെ ഉണ്ടാവും ചെയ്യും. നല്ലോണം നല്ല ഭംഗിയാണ്. ഇത് തൂങ്ങി വരുന്ന സമയത്ത് കാണാൻ കിട്ടും. അപ്പോൾ ഞാൻ നമ്മൾ 3ാമത്തെ ബോട്ടിലും ഇതുപോലെ നട്ട് പിടിപ്പിച്ചിട്ട് കണ്ടില്ലേ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഒരു ബോട്ടിൽ കുപ്പിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക 2 എണ്ണാക്കി നടാൻ വെച്ചത്. അപ്പോൾ 3 ബോട്ടിൽ ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ 6 ചെടികൾ നട്ട് പിടിപ്പിച്ചിട്ടോ. നമുക്കിത് എവിടെ വെക്കാമെന്ന് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഒന്ന് ചെയ്യുമ്പോഴാണ് അടുത്ത ഐഡിയകൾ നമുക്ക് വേറെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. കണ്ടില്ലേ
ഇതൊരു ബോട്ടിൽ കുപ്പിയാണ്. ആ ഈ ബോട്ടിൽ കുപ്പി രണ്ടും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ടല്ലോ, ഇതുപോലെ ഇങ്ങോട്ട് നിൽക്കും. നമുക്ക് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ തൂക്കി വെക്കും ചെയ്യാം, അല്ല നിലത്ത് വെക്കണേ നിലത്തും വെക്കാം. നമ്മൾ കണ്ടോ സെറ്റാക്കി ഇങ്ങനെ നിൽക്കണേ. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് വെക്കണ്ടേ. അപ്പം ഞാൻ ഇതെന്താ വിചാരിച്ചത് വെച്ചാൽ ഇങ്ങനെ നമ്മളെ മുറ്റത്തൊരു ചെറിയൊരു മരം ഉണ്ട് കേട്ടോ, ആ മരത്തുമ്മൽ ഇങ്ങനെ കെട്ടി തൂക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ തന്നെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതേ. ഇതുപോലൊക്കെ എല്ലാവരും ചെയ്ത് നോക്കേണ്ടിട്ടോ. നമ്മളെന്താ നമ്മളെ കയ്യിലുള്ള കുപ്പികളൊക്കെ നമ്മൾ വേഗം വേസ്റ്റിലേക്ക് അങ്ങോട്ട് ഇട്ടും. ആക്രിക്കാർ വരുമ്പോൾ ആക്രിക്കാർക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താ ഇങ്ങനത്തേലൊക്കെ ഒരുപാട് നട്ട് പിടിപ്പിക്കുക. അതുപോലെ പച്ചമുളക്, വെണ്ട, തക്കാളി അതൊക്കെ നട്ട് പിടിപ്പിക്കാൻ കഴിയും. ഇതൊന്നും നമ്മൾ പൈസ എടുത്ത് വാങ്ങേണ്ടതല്ലല്ലോ. പണ്ട് നമ്മളിവിടെ ഒരു മരം ഉണ്ട്, ആ മരത്തുമ്മൽ ഇങ്ങനെ ഞാൻ കയറ് കെട്ടിയിട്ട് ഇതിമ്മലായിട്ട് കെട്ടി തൂക്കാന്ന് വിചാരിച്ച്. അതെങ്ങനെ കെട്ടി തൂക്കി അതിങ്ങനെ തൂങ്ങി ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കയറ് കുറച്ച് വലിപ്പം കുറവാണ് കേട്ടോ, എന്നാലും ഞാൻ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത് ഇങ്ങോട്ട് എവിടെ കയറിയൊക്കെ നിന്നായിട്ട് ഞാൻ ഇതുപോലെ അങ്ങോട്ട് കെട്ടി തൂക്കി. അപ്പം നമ്മളിതാ ഒന്ന് കെട്ടി തൂക്കി, ഇനി രണ്ടാമത്തും മൂന്നും ഇതുപോലെ അങ്ങോട്ട് കെട്ടി തൂക്കുക. നല്ല ഭംഗി തന്നെ ഉണ്ടാവും കേട്ടോ. ഈ മരം എൻ്റെ ഒരു ചെടിമരമാണ്. അതുപോലെ തന്നെ ഇതിമര് വെറ്റിലക്കൊടി, മുല്ല, എല്ലാ സംഗതി ഈ ഒരു മരത്തുമരം. ഈ ഒരു മരേ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ളൂ. ഈ മരത്തുമരം ഇല്ലാത്തത് ഒന്നുമില്ല, എല്ലാ തരമുണ്ട്. വെറ്റിലുണ്ട്, മുല്ല ഉണ്ട്, കുറേ ചെടികളുണ്ട്, ഹാങ്ങിങ് ചെടികളുണ്ട്, ഒക്കെ അത്. ഈ മരം വളരാതെക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുണ്ടോ, ഈ മരത്തിൻ്റെ തലഭാഗം ഇങ്ങോട്ട് വെട്ടിയിട്ട് അതിനൊരു ഹെൽമെറ്റ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതെന്താണ് ലൈൻ ഇങ്ങനെ പോണത് കൊണ്ട് മരം വളരണ്ടെന്ന് വിചാരിച്ചിട്ട് ലൈൻമേക്ക് ഇങ്ങനെ കൊമ്പ് വളരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മളെ 3 ചെടികളും ഇതുപോലെ കെട്ടി തൂക്കി. ഇങ്ങനെയായിട്ട് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നതിൽ കമൻറ്റും അറിയിക്കുക. നിങ്ങളെ അഭിപ്രായങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോഴാണല്ലോ നമുക്ക് തിരുത്താൻ പറ്റുക. നമ്മളതാ ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. ഇനി ഇത് ഉണ്ടായിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. നമ്മൾ വെറുതെ നമ്മളെ വീട്ടിലുള്ള നമ്മളെ വേസ്റ്റ് ആക്കിയത് എല്ലാ സാധനത്തിനും നമുക്ക് ഓരോന്ന് നട്ട് പിടിപ്പിക്കാൻ കഴിയും. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.